ഹലോ ദേ ഇത് കപ്പ വേവിക്കാൻ പോവാണ് കേട്ടോ. കപ്പയൊക്കെ കഴുകി നന്നായിട്ട് അരിഞ്ഞ് ദേ വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ച് കൊടുക്കുന്നുണ്ട്. എത്രയൊക്കെ അൽഫാമും മന്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദേ ഈ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക ഫീലിങ്ങും ഒക്കെ തന്നെയാണല്ലേ. നമ്മുടെ കപ്പയും ചക്കയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ദേ അതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിന് ഞങ്ങൾ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മുളകും ഒക്കെ ഇട്ടാണ് അരയ്ക്കുന്നത്. നമ്മുടെ കപ്പ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കപ്പയ്ക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ മീൻകറി തന്നെയാണല്ലോ. കപ്പയും മീൻകറി എന്ന് പറയുമ്പം തന്നെ ആ ഒരു രുചി നമ്മുടെ വായിലേക്ക് വരും. ദേ മീനെന്ന് പറയുന്നത് അയലയാണ് എടുത്തിരിക്കുന്നത്. മീനൊക്കെ നല്ല ഫ്രഷായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ മീൻ ഇട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മീൻ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും. മിക്കവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ദേ നമ്മുടെ മീൻകറിയൊക്കെ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് കപ്പയും ഒരു കഷ്ണം മീനും കുറച്ച് മീൻചാറും എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ, അടിപൊളിയാണ്.